ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്വിൻ ടോക്സ്. അങ്ങനെ CJPയുടെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം വിജയം കൈവരിച്ചിരിക്കുകയാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നു. അപ്പം ഞാൻ ഈ ഒരു വിഷയത്തെ പറ്റി എന്റെ സ്വന്തമായിട്ടുള്ള ചില അഭിപ്രായങ്ങളും അതുപോലെ തന്നെ എന്റെ ഒരു നിലപാടും അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിലെ ചില കാര്യങ്ങളും കൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് ചൂണ്ടിക്കാണിച്ചു തരാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നീറ്റ് പരീക്ഷയുടെ ക്രമക്കേടുമായിട്ട് ബന്ധപ്പെട്ടാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഒരു സമരം നമ്മുടെ ജന്തർ മന്ദിറിൽ, പാർലമെന്റിന് സമീപം ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് ഇവർ പ്രധാനമായിട്ട് ഉന്നയിച്ചിരുന്ന കാര്യങ്ങൾ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക, അതുപോലെ തന്നെ ഈ 21ഓളം വിദ്യാർത്ഥികൾ ഈ ക്രമക്കേടുമായിട്ട് ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്തിരുന്നു. അവർക്ക് 1 കോടി രൂപ വെച്ച് നഷ്ടപരിഹാരം നടത്തുക, പിന്നെ ഈ ഒരു വിദ്യാഭ്യാസ ഒരു സിസ്റ്റം, ഈ സിസ്റ്റം മാറ്റി പുതിയൊരു സിസ്റ്റം കൊണ്ടുവരിക തുടങ്ങിയവയൊക്കെയായിരുന്നു ഇവരുടെ ആവശ്യങ്ങൾ. അങ്ങനെ ഇവരുടെ ആവശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇവര് ജന്തർ മന്ദിറിൽ ഒരു പ്രൊട്ടസ്റ്റ് തുടങ്ങുകയും ഈ ഒരു സമരത്തിന്റെ ഭാഗമായി പലരും ഇവരെ അനുകൂലിച്ച് ജന്തർ മന്ദിറിലേക്ക് എത്തുകയും ചെയ്തു. അപ്പം ഈ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് അല്ലെങ്കിൽ ഈ ഒരു വിദ്യാർത്ഥി സമരത്തിന് 100% ഞാൻ അനുകൂലിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ അത് വിദ്യാർത്ഥികൾ മാത്രം നടത്തേണ്ട ഒരു സമരമായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ ഈ ഒരു സമരം കുറച്ചുകൂടി ഫലപ്രദമായേനെ. ഈ ഒരു സമരത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് പല ആളുകളും വരുന്നുണ്ട്. ഈ സമരത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് പല ആളുകളും വരാനായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതൊരു വിദ്യാർത്ഥി പ്രൊട്ടസ്റ്റ് ആണ്. വിദ്യാർത്ഥി പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പ്രൊട്ടസ്റ്റ്. ആ ഒരു പ്രൊട്ടസ്റ്റില് ജാതി, മതം, രാഷ്ട്രീയം ഈ വക കാര്യങ്ങളൊന്നും കൊണ്ടുവരേണ്ട യാതൊരു കാര്യമുള്ളതല്ല. അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഈ പ്രൊട്ടസ്റ്റ് നടക്കുന്നതിനിടയ്ക്ക് നമ്മുടെ പ്രകാശ് രാജ് ഉൾപ്പെടെയുള്ള നടന്മാര് ഈ ഒരു വേദിയിലെത്തുകയും ഹിന്ദുത്വത്തിന് എതിരായിട്ടുള്ള പല പ്രസംഗങ്ങളും പല സ്ലോഗൻസുമാണ് ഈ വേദിയിൽ മുഴക്കി കേൾക്കുന്നത് കണ്ടത്. അതേസമയം മറ്റു ചിലർ വന്നിട്ട് മറ്റു മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ സ്റ്റേജിൽ പറയുകയും അതിനെ വളരെയായിട്ട് ബൂസ്റ്റ് ചെയ്ത് പറയുകയും ചെയ്തപ്പം ഈ പ്രൊട്ടസ്റ്റ് നടത്തുന്നവർ യാതൊരു തരത്തിലും പ്രതികരിച്ചില്ല. അപ്പൊ തന്നെ ആദ്യത്തെ ഒരു അജണ്ട നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇതൊരു വിദ്യാർത്ഥി പ്രക്ഷോഭം അല്ലെങ്കിൽ വിദ്യാർത്ഥി സമരം എന്നതിനേക്കാൾ ഉപരി ഇത് RSS, BJP അല്ലെങ്കിൽ ഹിന്ദുത്വത്തിന് എതിരായിട്ട് കൂടിയുള്ള ഒരു പ്രൊട്ടസ്റ്റ് ആണെന്നുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ വിദ്യാർത്ഥികൾ ഒരു സമരം നടത്തുമ്പോൾ ആ വിദ്യാർത്ഥി സമരത്തിൽ പല മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു വിദ്യാർത്ഥി സമരത്തെ അനുകൂലിക്കുമ്പോൾ ഈ വിദ്യാർത്ഥി സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളിലെ പല വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. അവരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും ഈ ഒരു ജന്തർ മന്ദിറിലെ പ്രൊട്ടസ്റ്റിൽ ഉണ്ടായിട്ടുണ്ട്. പലരും അതിനെതിരെ പ്രതികരിച്ചിട്ടുമുണ്ട്. പലരും പറയുന്നത് നമ്മൾ പല വീഡിയോകളിലും കണ്ടതാണ്. അതായത് ഈ ഒരു പ്രക്ഷോഭം തുടങ്ങുന്നത് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ്, പിന്നീട് ഇതിന്റെ ഒരു രീതി മാറി രാഷ്ട്രീയപരമായും മതപരമായിട്ടുമുള്ള വിഷയങ്ങളിലേക്ക് മാറിപ്പോയി എന്ന്. ഈ ഒരു വിദ്യാർത്ഥി പ്രൊട്ടസ്റ്റിനെ പല ആളുകളും രാജ്യവിരുദ്ധ പ്രക്ഷോഭം അല്ലെങ്കിൽ രാജ്യവിരുദ്ധത എന്നിങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. വിദ്യാർത്ഥികൾ നടത്തുന്ന സമരം ഒരിക്കലും രാജ്യവിരുദ്ധ സമരമല്ല. പക്ഷെ വിദ്യാർത്ഥികളുടെ സമരത്തിൽ നുഴഞ്ഞു കയറി ചില രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയവർക്കെതിരെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ഉമർ ഖാലിദ് എന്ന് പറയുന്ന ഒരു നേതാവിനെ ജയിൽ മോചിതനാക്കുക, അതുപോലെ തന്നെ കാശ്മീരിലെ 370 ആർട്ടിക്കിൾ വീണ്ടും പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഈ ഒരു പ്രൊട്ടസ്റ്റിൽ പറയേണ്ട യാതൊരു കാര്യങ്ങളുമില്ല. അപ്പം ഇതിൽ നിന്ന് തന്നെ ഇതിന്റെ മറ്റൊരു അജണ്ടയും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് വിദ്യാർത്ഥി സമരം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്നുള്ള നിലപാടിൽ സമരം നടത്തുന്ന ഒരു CJP അല്ലെങ്കിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വേദിയിൽ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല. ഇനി ഇതിനെക്കാട്ടിലും ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു സമരത്തിന് നേരെ പോലീസ് നടത്തിയ ആക്രമണം. പോലീസ് സമരത്തിന് നേരെ ആക്രമണം നടത്തിയത് ഈ ഒരു പ്രൊട്ടസ്റ്റ് ജന്തർ മന്ദിറിൽ നിന്ന് പ്രൊട്ടസ്റ്റ് പാർലമെന്റിലേക്ക് ഒരു മാർച്ചായിട്ട് വരികയും അവിടെ ബാരിക്കേഡ് വെച്ച് ഇത് തടയുകയും ഈ ബാരിക്കേഡ് മറികടന്ന് ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ചവരെയാണ് പോലീസ് ലാത്തിച്ചാർജിലൂടെ അവിടെ നേരിട്ടത്. അതിന് പോലീസിന്റെ ലാത്തിച്ചാർജിൽ എനിക്ക് വളരെ വിയോജിപ്പുള്ള കാര്യം, ചില സ്ത്രീകൾക്ക് നേരെ പോലീസുകാർ നടത്തിയ ചില കാര്യങ്ങൾ, അതായത് സ്ത്രീകളെ ലാത്തി കൊണ്ട് കുത്തുക, സ്ത്രീകളുടെ കരണത്തടിക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും യാതൊരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ വിദ്യാർത്ഥികൾക്കെതിരെ പല തരത്തിലുള്ള ലാത്തിച്ചാർജുകളും കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊന്നും പോലീസ് ഇത്തരത്തിലുള്ള നടപടികളൊന്നും ചെയ്യുന്നതായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷെ ജന്തർ മന്ദിറിലെ പോലീസിന് ആ ഒരു കാര്യത്തെ നേരിടുന്നതിൽ ചില വീഴ്ചകൾ അവിടെ പറ്റിയിട്ടുണ്ടായിരുന്നു. പല സെലിബ്രിറ്റികളും അവരുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഈ ഒരു പ്രൊട്ടസ്റ്റിനെ അനുകൂലിച്ചും ഈ ഒരു ലാത്തിച്ചാർജിനെ അഗെയിൻസ്റ്റ് ആയിട്ടും ഒക്കെ പല പോസ്റ്റുകളും വീഡിയോസും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പല കൂട്ടായ്മകൾ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ സെലിബ്രിറ്റികളായിട്ടുള്ളവരോട് എനിക്ക് ചോദിക്കാനുള്ള ചില കാര്യങ്ങൾ, നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ സമരങ്ങൾ നടക്കാറുണ്ട്. അതിൽ പ്രധാനമായിട്ട് PSC ഉദ്യോഗാർത്ഥികൾ നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ മണ്ണ് വാരി നടത്തിയ സമരം, അതുപോലെ തന്നെ ആശാവർക്കർമാരുടെ സമരം, പിന്നെ ഒരു ചില നടന്മാരുടെ പോസ്റ്റുകൾ ഞാൻ കണ്ടു, മധ്യപ്രദേശിൽ എവിടെയോ മറ്റേ പട്ടയത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള സമരം നടക്കും. നമ്മുടെ കേരളത്തിൽ തന്നെ ഇഷ്ടംപോലെ പട്ടയ സമരങ്ങളൊക്കെ നടക്കാറുണ്ട്. അതിനെപ്പറ്റി ഒന്നും സംസാരിക്കാതെ ഈ കേന്ദ്രത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളെ പറ്റി മാത്രം പറയുന്ന സെലക്റ്റീവായിട്ടുള്ള ചില
സെലിബ്രിറ്റികൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരോട് മാത്രം എനിക്ക് യാതൊരു യോജിപ്പുമില്ല. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ ഒരു പ്രൊട്ടസ്റ്റ് ഇപ്പൊ അവസാനിച്ചിരിക്കുകയാണ്. ഇത് മുതലെടുക്കാൻ വന്ന ചില പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇത് ഒരു തീരാ നഷ്ടം തന്നെയാണ്. കാരണം രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾ ഈ ഒരു സമരത്തെ വെച്ച് ഒരുപാട് നേട്ടങ്ങൾ കൊയ്യാമെന്ന് കരുതി. അപ്പം ഈ ഒരു രാജിയോടുകൂടി അവരുടെ പല ലക്ഷ്യങ്ങളും നടക്കാണ്ടായിരിക്കുകയാണ്. കാരണം ഇനിയിപ്പോ അവർക്ക് എടുത്തു പറയത്തക്ക രീതിയിൽ ഒരു വിഷയമില്ല. കാരണം രാജിവെക്കുക എന്നുള്ള നിലപാട് കേന്ദ്രം അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തോട്ട് മറ്റൊരു സമരത്തിന്റെ ഒരു ആവശ്യം അവിടെ ഇല്ല. അപ്പൊ ഇനി എനിക്ക് പറയാനുള്ള കാര്യം, നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. ഇത് സമരങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്നല്ല നമ്മളോട്, ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ടാകാതിരിക്കട്ടെ. അതിന് കേന്ദ്ര ഗവൺമെന്റാണെങ്കിലും ഓരോ സംസ്ഥാനത്തെ ഗവൺമെന്റുകളാണെങ്കിലും കൃത്യമായിട്ടുള്ള നടപടികൾ എടുക്കണം. അപ്പം ഇങ്ങനൊരു അവസ്ഥ ഇനി ഇന്ത്യയിൽ ഉണ്ടാകാതിരിക്കട്ടെ. അപ്പൊ 100% വിദ്യാർത്ഥികൾക്ക് ഒപ്പം തന്നെയാണ്. പക്ഷെ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് നുഴഞ്ഞു കയറി രാജ്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നവർക്കെതിരെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.